إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. സ്നേഹം നിറഞ്ഞ വിശ്വാസിനികളെ, നമ്മെയും ഈ മഹത്തായ പ്രപഞ്ചത്തെയും സൃഷ്ടിച്ചു പരിപാലിക്കുന്ന ഏകനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനാ നിർദ്ദേശങ്ങളും മാർഗരേഖകളും നമ്മുടെ ജീവിതത്തിലെ ചെറുതും വലുതുമായ രഹസ്യവും പരസ്യവുമായ എല്ലാ രംഗങ്ങളിൽ കൃത്യമായി സൂക്ഷിച്ചുകൊണ്ടും പാലിച്ചുകൊണ്ടും അനുസരിച്ചുകൊണ്ടും വളരെ ശ്രദ്ധയോടെ തന്നെ ജീവിതത്തെ മുന്നോട്ട് നയിക്കണം എന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല അവനേറെ ഇഷ്ടപ്പെടുന്ന ഏറ്റവും നല്ലവരായ സത്യവിശ്വാസികളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നാം എല്ലാവരും ഇന്നിവിടെ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ റബ്ബിന്റെ മഹനീയമായ ജന്നാത്തു നഈമിൽ അവൻ നമ്മെ നമ്മുടെ കുടുംബത്തോടൊപ്പം ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. നമ്മുടെ നാടിനെ നിർഭയത്വമുള്ള സമാധാനമുള്ള നാടാക്കി റബ്ബ് എന്നെന്നും നിലനിർത്തി അനുഗ്രഹിക്കട്ടെ. നമുക്കറിയാം, നമ്മുടെ രാജ്യം
അതിന്റെ 80ാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാൻ ഒരുങ്ങി നിൽക്കുന്ന വേളയിലാണ് നാം ഉള്ളത്. വളരെ വിശാലമായി തന്നെ നമുക്ക് ഓരോരുത്തർക്കും കൃത്യമായി അറിയാവുന്ന ചരിത്രമാണ് സ്വാതന്ത്ര്യദിനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളത്. ഒരു ഇന്ത്യക്കാരൻ എന്നുള്ള രൂപത്തിൽ അതിന്റെ ആവേശവും ആഘോഷവും നമ്മുടെ ജീവിതത്തിൽ പ്രതിഫലിക്കപ്പെടുന്ന ഒരു ദിനം കൂടിയാണ് ഓഗസ്റ്റ് 15. ഈ ഒരു വേളയിൽ നാം മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, പൗരത്വം കൊണ്ട് ഞാനും നിങ്ങളുമൊക്കെ ഇന്ത്യക്കാരനാണ്. അതോടൊപ്പം തന്നെ ആദർശം കൊണ്ട് നമ്മളെല്ലാവരും മുസ്ലിങ്ങളാണ്. ഈ ഒരു വേളയിൽ ഇന്ത്യൻ മുസ്ലിമീങ്ങളായ നാം ഓരോരുത്തരും ഈ ഒരു സ്വതന്ത്ര രാജ്യത്ത് നമ്മൾ ജീവിക്കുമ്പോൾ വളരെ ഗൗരവത്തിൽ നാം മനസ്സിലാക്കുകയും ചിന്തിക്കുകയും ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ഒരു ഇസ്ലാം മതവിശ്വാസി എന്നുള്ള രൂപത്തിൽ, ഒരു മുസ്ലിം എന്നുള്ള രൂപത്തിൽ ഇസ്ലാമിന്റെ മൂല്യങ്ങളെ കൃത്യമായി പഠിക്കുകയും മനസ്സിലാക്കുകയും അത് നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം പ്രാധാന്യത്തോടു കൂടിയാണോ നമ്മൾ അവലംബമാക്കുന്നത്, അതോടൊപ്പം തന്നെ ഒരു പ്രബുദ്ധ പൗരൻ എന്നുള്ള രൂപത്തിൽ, ഒരു ഇന്ത്യ രാജ്യത്ത് ജീവിക്കുന്ന ഒരു പൗരൻ എന്നുള്ള രൂപത്തിൽ ഈ ജനാധിപത്യ രാജ്യത്തിന്റെ മൂല്യങ്ങളെയും അതിന്റെ കൃത്യമായ മതേതര മൂല്യങ്ങളെയും ചേർത്തു നിർത്തിക്കൊണ്ടു പോകാൻ മുസ്ലിമീങ്ങൾ എന്നുള്ള രൂപത്തിൽ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമുക്കറിയാം, ഇന്ത്യ എന്ന് പറയുന്നത് ഒരു മതേതര രാജ്യമാണ്, അതോടൊപ്പം തന്നെ മതനിരപേക്ഷ രാജ്യം കൂടിയാണ്. അത് ഇന്ത്യ രാജ്യത്തിന്റെ, ഈ ജനാധിപത്യ രാജ്യത്തിന്റെ വളരെ ആവേശകരമായ സവിശേഷമായ ഒരു പ്രത്യേകതയായി നമുക്ക് കാണാൻ സാധിക്കും. എന്ന് പറഞ്ഞാൽ ഇന്ത്യ എന്ന് പറയുന്നത് ഒരു മതരാഷ്ട്രമല്ല, ഏതെങ്കിലും ഒരു പ്രത്യേകമായ മതത്തിന് മാത്രം അവകാശപ്പെട്ട രാജ്യമല്ല ഈ സ്വതന്ത്രമായ ഇന്ത്യ. അത് എല്ലാ മതക്കാരുടെയും കൂടിയാണ്. ഈ രാജ്യത്തിന് പ്രത്യേകമായൊരു ഔപചാരികമായൊരു മതമില്ല ഈ രാജ്യത്തിന്. അതോടൊപ്പം തന്നെ ഏത് മതം സ്വീകരിക്കുന്ന ആളുകൾക്കും അവരുടെ മതം പ്രചരിപ്പിക്കുവാനും ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുവാനുമുള്ളൊരു സ്വാതന്ത്ര്യം ഈ നമ്മുടെ ഇന്ത്യയിലുണ്ട്. അവരുടെ മതവിശ്വാസങ്ങളെ, പൊതുരംഗങ്ങളെ എന്ത് ചെയ്യാം, അവർക്ക് പ്രദർശിപ്പിക്കാം. അവരുടെ മതവിശ്വാസങ്ങളെ മൂടി വെച്ചുകൊണ്ട് ജീവിക്കേണ്ടുന്ന കാര്യം അവർക്കില്ല. ഇഷ്ടമുള്ള മതങ്ങൾ സ്വീകരിക്കുവാനും അത് ഫോളോ ചെയ്യുവാനും പ്രാക്ടീസ് ചെയ്യുവാനും ഇഷ്ടമുള്ള മതത്തിന്റെ വക്താക്കളായി മാറുവാനും അത് പ്രചരിപ്പിക്കുവാനും ഇഷ്ടമുള്ള താൻ സ്വീകരിക്കുന്ന മതങ്ങളുടെ മതസ്ഥാപനങ്ങൾ അത് പ്രവർത്തിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാനുമുള്ള സകലമായ സ്വാതന്ത്ര്യവും ഈ ഇന്ത്യ രാജ്യത്ത് ജീവിക്കുന്ന മനുഷ്യന്മാർക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യ രാജ്യത്തിന്റെ സെക്യുലറിസവും പാശ്ചാത്യ രാജ്യങ്ങളുടെ സെക്യുലറിസവും തമ്മിൽ ഒരുപാട് വ്യത്യസ്തമായതും ഇന്ത്യ രാജ്യത്ത് ജീവിക്കുന്ന ഓരോ പൗരന്മാർക്കും അത് വലിയ ആവേശപൂർവമായ രൂപത്തിൽ അത് മനസ്സിലാക്കാൻ സാധിക്കുന്നതുമായൊരു കാര്യമാണെന്ന് നമുക്ക് അത് പഠിക്കുമ്പോൾ തിരിച്ചറിയാൻ കഴിയും. ഇന്ത്യയിൽ ജീവിക്കുന്ന ഒരു മുസ്ലിം എന്നുള്ള രൂപത്തിൽ നമ്മുടെ രാജ്യത്തിനോട് നമുക്ക് വൈകാരികമായൊരു കണക്ഷൻ ഉണ്ടായിരിക്കണം, ബന്ധമുണ്ടായിരിക്കണം. അത് ഇന്ത്യയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനായതുകൊണ്ട് ഉണ്ടാവേണ്ട കാര്യമല്ല, മറിച്ച് ഒരു മുസ്ലിം എന്നുള്ള രൂപത്തിൽ അവന്റെ ജീവിതത്തിൽ നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ട ഒരു കാര്യമാണ്. താൻ ജീവിക്കുന്ന രാജ്യത്ത്, താൻ ജീവിക്കുന്ന നാട്ടിൽ, താൻ ജീവിക്കുന്ന ഒരു സമൂഹത്തിൽ ഇമോഷണലി, വൈകാരികമായിട്ടുള്ള ഒരു കണക്ഷൻ ഒരു മുസ്ലിമിന് ഉണ്ടായിരിക്കുക എന്നുള്ളത് നിർബന്ധമാണ്. അതുകൊണ്ടാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ കുടുംബത്തെ മക്കയിൽ കൊണ്ടുപോയി വിട്ടേച്ചു പോരുന്ന വഴിയിൽ ആ മക്കയിൽ തന്റെ കുടുംബം ജീവിക്കുന്ന രാജ്യത്തിന് വേണ്ടി, ആ നാടിന് വേണ്ടി ഇബ്രാഹിം നബി അലൈഹി സ്വലാം പ്രാർത്ഥിച്ച പ്രാർത്ഥന വഇദ് ഖാല ഇബ്രാഹിമു റബ്ബി ജഅൽ ഹാദൽ ബലദ ആമിന, റബ്ബേ ഈ നാടിനെ, ഈ രാജ്യത്തെ നീ എന്ത് ചെയ്യണം, നിർഭയത്വമുള്ള രാജ്യമായി മാറ്റണം റബ്ബേ എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാം പ്രാർത്ഥിച്ചു. നമുക്കറിയാം, ഒരു നാട്ടിലെ ഭരണാധികാരികൾ മാറിയാലും
ഒരു നാട്ടിലെ ഭരണ സിസ്റ്റം മാറിയാലും ഒരു നാട്ടിലെ ആ ഭരണത്തിന്റെ സിസ്റ്റത്തിന് തകരാറ് സംഭവിക്കുന്ന രൂപത്തിലുള്ള പ്രത്യയശാസ്ത്രങ്ങൾക്ക് എന്തെല്ലാം മാറ്റങ്ങൾ വന്നാലും ഒരു മുസ്ലിം ജീവിക്കുന്ന നാടുണ്ടോ ആ നാടിനോട് പ്രത്യേകമായ വൈകാരികമായിട്ടുള്ള മാനസികമായിട്ടുള്ള ഒരു കണക്ഷൻ അവൻക്കുണ്ടായിരിക്കണം. അതുകൊണ്ടാണ് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയെ വിട്ടുകൊണ്ട് ഹിജ്റ പോവുകയാണ് മദീനയിലേക്ക്. മക്കയുടെ കവാടം കഴിയുമ്പോൾ മക്കയിലേക്ക് തിരിഞ്ഞു നിന്നുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഒരു വർത്തമാനം ഉണ്ടായിരുന്നു, വളരെ വൈകാരികമായൊരു വാക്കുകൾ. മക്കേ, എനിക്ക് നിന്നെ വല്ലാത്ത ഇഷ്ടമാണ്. ഈ നാട്ടുകാർ എന്നെ ഇവിടെ നിന്ന് പുറത്താക്കുമായിരുന്നില്ല എന്നുണ്ടെങ്കിൽ നിന്നെ വിട്ടുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് എങ്ങോട്ടും പോകുമായിരുന്നില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയെ നോക്കി പറയുമ്പോൾ ആ ഒരു കണക്ഷൻ നമുക്ക് നമ്മുടെ രാജ്യത്തോടുണ്ടായിരിക്കണം. പിറന്ന നാടിനോടുള്ള സ്നേഹവും കൂറും ഉണ്ടാവേണ്ടവനാണോ യഥാർത്ഥമായ മുസ്ലിം? ഈ നമ്മുടെ രാജ്യത്തിനോടുള്ള, നമ്മുടെ നാടിനോടുള്ള ഒരു രാജ്യസ്നേഹം, നാടിനോടുള്ള ഇഷ്ടം കേവലം പുതുതായി കടന്നു വന്ന ആളുകൾ പറഞ്ഞു തരേണ്ടതോ പഠിപ്പിക്കേണ്ടതോ അല്ല. മുസ്ലിമിനെ ഒരാളും ഒരു രാജ്യസ്നേഹം പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. ഈ രാജ്യത്തിനു വേണ്ടി എത്രത്തോളം ത്യാഗങ്ങൾ സഹിച്ചവരാണ് മുസ്ലിമീങ്ങൾ എന്നുള്ളത് ഈ രാജ്യത്തിന്റെ ചരിത്രം പഠിക്കുന്ന ഓരോ ആളുകൾക്കും കൃത്യമായി കാണാൻ സാധിക്കുന്നവരാണ്. അത് നമുക്ക് വിവരിച്ചു പറയാൻ ഇവിടെ സമയത്തിന്റെ പരിമിതി കൂടിയുണ്ട്. നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ രാജ്യത്തോടുള്ള സ്നേഹം നമ്മുടെ മേൽ ഉണ്ടായിരിക്കുക എന്നുള്ളത്, മുസ്ലിമീങ്ങൾക്കുണ്ടായിരിക്കുക എന്നുള്ളത് ഇസ്ലാമിന്റെ നിയമമാണ് എന്നുള്ളതാണ് പൊതുവായി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. സ്വാതന്ത്ര്യം എന്നുള്ളത് ഏതൊരു മനുഷ്യന്റെയും ആവശ്യമാണ്, അവനക്ക് മേൽ നിർബന്ധമായ ഒരു കാര്യമാണ്. നമ്മൾ ജീവിക്കുന്ന ഈ ലോകത്ത് വല്ലാതെ അനുഭവിക്കുന്ന, നമ്മളൊക്കെ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് സ്വാതന്ത്ര്യവും നിർഭയത്വവും. സഹോദരങ്ങളെ, ഇന്ന് 80ാമത് സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കാൻ നിൽക്കുന്ന ഈ വേളയില് നമ്മുടെ അയൽ രാജ്യങ്ങളെ കുറിച്ച്, അതല്ലെങ്കിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന, മർദ്ദിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന, കഷ്ടതയിലും പ്രയാസങ്ങളിലും ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നുണ്ടോ? നമുക്കെവിടെ ചിന്തിക്കാൻ നേരം? നമ്മളെല്ലാവരും ഈ ഇന്ത്യ രാജ്യം 80ാമത് സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കാൻ നിൽക്കുകയാണെന്ന് പറയുമ്പോൾ നാളെ പോയിട്ട് ലഡു തിന്നേണ്ടുന്ന ഓർമ്മയിലാണ് ഇന്ന് പല കുട്ടികളും ഉള്ളത്. പക്ഷേ എന്തുകൊണ്ടാണ് നമ്മുടെ രാജ്യത്തിന് വേണ്ടി എന്തെല്ലാം ത്യാഗമാണ് സഹിച്ചത്, എങ്ങനെയാണ് നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയത് എന്നുള്ളൊരു ഹിസ്റ്ററി നമ്മൾ പഠിക്കുമ്പോൾ വലിയ ആവേശം നമ്മുടെയൊക്കെ മനസ്സുകളിലേക്ക് നമുക്ക് കടന്നു വരും. ഇന്ന് ഫലസ്തീൻ, അതുപോലെ തന്നെ റോഹിംഗ്യ, ചൈന, ഉയ്ഗറൊക്കെ തുടങ്ങി വിവിധങ്ങളായ രാജ്യങ്ങൾ ഇന്ന് സ്വാതന്ത്ര്യമില്ലാതെ ആട്ടിയോടിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന രൂപത്തിൽ, മർദ്ദിക്കപ്പെടുന്ന രൂപത്തിൽ, പീഡിപ്പിക്കപ്പെടുന്ന രൂപത്തിൽ, പിഞ്ചു പൈതങ്ങളടക്കം ക്രൂരമായി കൊല ചെയ്യപ്പെടുന്ന സാഹചര്യങ്ങൾ നിലനിൽക്കുന്ന ഒരു വേളയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? 80ാമത് സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കാൻ വേണ്ടി നിൽക്കുന്നത്. നമ്മളെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കി. നമ്മളൊക്കെ മുസ്ലിമീങ്ങളല്ലേ? ഏകദേശം കഴിഞ്ഞ ഖുത്ബകളിലൊക്കെ നമ്മൾ മനസ്സിലാക്കി, റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹങ്ങൾ ഏതാണെന്ന് ചോദിച്ചാൽ ഒരു മനുഷ്യന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് നിർഭയത്വവും സമാധാനവും എന്ന് പറയുന്നത്. നമുക്കാർക്കെങ്കിലും അതിനെക്കുറിച്ച് ബോധ്യമുണ്ടോ? നമുക്കാർക്കെങ്കിലും അതിനെക്കുറിച്ച് ചിന്തയുണ്ടോ? ഒരു രീതിയിലും പ്രയാസങ്ങളില്ലാതെ സ്വന്തം തടിയിലേക്ക് ഏൽക്കേണ്ടുന്ന ഒരു വേദനയും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഈ രാജ്യത്ത് ജീവിക്കുന്നതിന്റെ പേരിൽ നമ്മൾ അനുഭവിക്കുന്നില്ല. പക്ഷേ പിറന്ന മണ്ണിൽ നിന്ന് ആട്ടിയോടിപ്പിക്കപ്പെടുന്ന രൂപത്തിൽ, പിറന്ന മണ്ണിൽ വെച്ചുകൊണ്ട് ക്രൂരമായി മർദ്ദിക്കപ്പെടുന്ന രൂപത്തിൽ, പിറന്ന മണ്ണിൽ വെച്ചുകൊണ്ട് ക്രൂരമായി കൊല ചെയ്യപ്പെടുന്ന രൂപത്തിൽ നമ്മുടെ അയൽ രാജ്യങ്ങളിൽ എന്തുണ്ട്? പല ആളുകളും ഇന്ന് പ്രയാസം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരെ കുറിച്ച് നമ്മൾ ആലോചിക്കണം. എങ്കിൽ മാത്രമാണ് നമുക്ക് ലഭിച്ച ഈ സൗഭാഗ്യത്തെ തിരിച്ചറിയാനുള്ള കഴിവ് നമുക്കുണ്ടാവുകയുള്ളൂ. റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, സുമ്മല തുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം. ഈ ദുനിയാവിൽ വെച്ചുകൊണ്ട് നിങ്ങൾ അനുഭവിക്കുന്ന സകലമാന അനുഗ്രഹങ്ങളെ കുറിച്ചും നാളെ അള്ളാന്റെ മുമ്പിൽ ചോദ്യമുണ്ടാകും എന്നുള്ളതാണ് പരിശുദ്ധ ഖുർആനിൽ അള്ളാഹ് പറഞ്ഞത്. അതിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറയുന്നതായി, ഇബ്നു കസീർ പറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ഏതെല്ലാം അനുഗ്രഹങ്ങളെ കുറിച്ചാണ് അള്ളാന്റെ അടുക്കൽ പ്രത്യേകമായി ചോദ്യമുണ്ടാവുക, അതിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, അള്ളാഹു അവനിക്ക് നൽകിയ സകലമാന അനുഗ്രഹങ്ങളിൽ പ്രത്യേകമായി ചോദ്യങ്ങൾ ഉണ്ടാകുന്നത് മിനസ്സിഹ്ഹത്തി വൽ അംനി വൽജിസ്ഖി വഗൈരി ദാലിക. ഒന്നവന്റെ സിഹ്ഹത്ത്, ആരോഗ്യത്തെക്കുറിച്ച്,
നമ്മുടെ ആരോഗ്യത്തെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കിയേ. ഏതെങ്കിലും രൂപത്തിലുള്ള പ്രയാസങ്ങൾ നമ്മുടെ ആരോഗ്യത്തിൽ നമ്മൾ അനുഭവിക്കുന്നുണ്ടോ? പ്രായത്തിൻ്റെതയോ അതല്ലെങ്കിൽ സാഹചര്യങ്ങൾക്കനുസൃതമായ ഏതെങ്കിലും ചില രോഗങ്ങളും അസുഖങ്ങളും പിടിപെട്ടു എന്നതല്ലാതെ ഏതെങ്കിലും അംഗവൈകല്യങ്ങൾ അനുഭവിക്കുന്നവർ ഇരിക്കുന്ന കൂട്ടത്തിൽ നമുക്ക് നേർക്കുനേരെ കാണാൻ കഴിയുന്ന രൂപത്തിൽ അംഗവൈകല്യങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരായ ആരെങ്കിലും ഉണ്ടോ? നമ്മൾ ആരെങ്കിലും ശാരീരികമായ കുറവുകളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ടോ? റബ്ബ് സുബ്ഹാനഹു വ തആല കൃത്യമായ ആരോഗ്യം നമുക്ക് നൽകി. ഈ ആരോഗ്യം കൊണ്ട് ഞാനും നിങ്ങളും എന്താണ് ചെയ്തത് എന്ന് അള്ളാന്റെ അടുക്കൽ ചോദ്യമുണ്ടാകുമ്പോൾ എന്തുത്തരമാണ് നമ്മൾ അതിന് കണ്ടുവച്ചിട്ടുള്ളത് എന്ന് ഒന്ന് നഫ്സിനോട് നമ്മൾ ചോദിച്ചു നോക്കണം. രണ്ടാമതായി പറഞ്ഞു വൽ അംന്, നിർഭയത്വത്തെ കുറിച്ചാണ്. നിർഭയത്വം, സമാധാനം. സഹോദരങ്ങളെ, രാത്രി കിടക്കുമ്പോൾ, ഇന്നലെ രാത്രി നമ്മൾ കിടന്നുറങ്ങി വലിയ സമാധാനത്തിൽ നിർഭയത്വത്തിൽ നമ്മൾ കിടന്നുറങ്ങി. ഇൻഷാ അല്ലാഹ് നമ്മൾ വിചാരിക്കുന്നത് ഇന്നും നമുക്ക് അങ്ങനെ തന്നെ സമാധാനത്തോടെ കിടന്നുറങ്ങാൻ സാധിക്കും എന്നുള്ളതാണ്. ഈ രാജ്യത്ത്, നമ്മുടെ നാട്ടിൽ സമാധാനത്തോടുകൂടി കഴിയുവാനുള്ളൊരു അന്തരീക്ഷം അള്ളാഹ് നമുക്ക് നൽകിയത് വലിയ അനുഗ്രഹമാണ്. ഈ സമാധാനത്തോടെ നിർഭയത്വത്തോടെ ജീവിക്കുവാനുള്ള സാഹചര്യം നിനക്കുണ്ടായിട്ട് എന്താ നീ നിന്റെ റബ്ബിന് വേണ്ടി ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ നമുക്കതിനുള്ള ഉത്തരമുണ്ടോ എന്നുകൂടി നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ടോ എന്നുകൂടി നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ഉപജീവനം. സഹോദരങ്ങൾ, ഈ അടുത്ത കാലത്തായി പട്ടിണി കിടന്ന ആരെങ്കിലും ഉണ്ടോ നമ്മുടെ കൂട്ടത്തില്? ഒന്ന് ചിന്തിച്ചു നോക്കി. ഒരു ദിവസമെങ്കിലും നോമ്പെടുത്തതല്ലാതെ പട്ടിണിയുടെ പ്രയാസം അനുഭവിച്ച ആരെങ്കിലും ഈ ഇരിക്കുന്ന നമ്മുടെ കൂട്ടത്തിലുണ്ടോ? പട്ടിണിയില്ലാതെ കഴിയാൻ, സുഭിക്ഷമായി ആഹാരം കഴിക്കാൻ, അരി വേവിച്ചുകൊണ്ട് കഞ്ഞി കുടിക്കാനുള്ള വകയെങ്കിലും റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടില്ലേ? ആ വിശപ്പില്ലാതെ കഴിയാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെയും സ്വഹാബത്തിന്റെയും ഒക്കെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം ഭക്ഷണം കഴിച്ചാൽ അടുത്ത 2-3 ദിവസം പട്ടിണിയാണ്. ആ രൂപത്തിലാണ് ഉണക്ക റൊട്ടിയൊക്കെ കഴിച്ചുകൊണ്ടാണ് ജീവിച്ചിരുന്നത്. അവിടെ സുഭിക്ഷമായി നമ്മളിവിടെ ഭക്ഷണം കഴിച്ചുകൊണ്ട് ജീവിക്കുക. അള്ളാന്റെ അടുക്കൽ ചോദ്യമുണ്ടാകില്ലേ? ഈ രൂപത്തിൽ വയറ് നിറച്ച് സുഭിക്ഷമായി ഭക്ഷണം കഴിക്കുവാനുള്ള റിസ്ഖ് അല്ലാഹു നമുക്ക് നൽകി. സമാധാനത്തോടെ നിർഭയത്വത്തോടെ ജീവിക്കുവാനുള്ള സാഹചര്യം അല്ലാഹു നമുക്കൊരുക്കി നൽകി. അതോടൊപ്പം തന്നെ നല്ല രൂപത്തിലുള്ള ആരോഗ്യവും ശാരീരികമായ ഘടനയും അല്ലാഹു നമുക്ക് നൽകി. എന്തിനു വേണ്ടി? അല്ലാഹുക്ക് ഇബാദത്ത് ചെയ്യാൻ, നന്ദി കാണിക്കാൻ, നന്ദിയുള്ളവരായി മാറാൻ. എന്തൊരു നന്ദിയുടെ പ്രവർത്തനങ്ങളാണ് നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. എൻ്റെ റബ്ബിനോട് ഇത്രയും മഹത്തരമായ ഉന്നതമായ അനുഗ്രഹങ്ങൾ നൽകിയ എൻ്റെ റബ്ബിന് എന്താണ് ഞാൻ തിരിച്ചു ചെയ്തിട്ടുള്ളത് എന്നുള്ളൊരു ചോദ്യം ഈ ഒരു വേളയിൽ നമ്മുടെ മനസ്സുകളിലേക്ക് കടന്നു വരേണ്ടതാണ് സഹോദരങ്ങളെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നിർഭയത്വത്തോടുകൂടി ജീവിക്കുവാനുള്ളൊരു സാഹചര്യം ഒരു മുസ്ലിമിന് നൽകിയിട്ടുണ്ടെങ്കിൽ അവൻ അല്ലാഹുക്ക് വേണ്ടി കൃത്യമായി അവന്റെ ഇബാദത്തുകൾ ചെയ്യണം. നമസ്കാരങ്ങൾ മുറ പോലെ നിർവഹിക്കുന്നവനാകണം. അല്ലാഹ് അവനക്ക് നൽകിയ സമ്പത്തിൽ നിന്ന് സകാത്തും സദഖകളും കൊടുക്കുന്നവനാകണം. അല്ലാഹുവിനോട് ഏറ്റവും നല്ല രൂപത്തിൽ നന്ദിയുള്ള ഒരു അടിമയായി മാറാൻ അവൻ നിരന്തരമായി പരിശ്രമിച്ചു കൊണ്ടിരിക്കണം എന്നുള്ളതാണ്. അതുകൊണ്ട് ഇന്ത്യയിൽ ജീവിക്കുന്ന നമ്മൾ ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കുക, നമ്മളെല്ലാവരും മുസ്ലിമീങ്ങളാണ്. ഇസ്ലാമിന്റെ മൂല്യങ്ങളെ കൃത്യമായി കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുവാൻ കഠിനമായി നമ്മൾ പരിശ്രമിക്കണം. അതോടൊപ്പം തന്നെ നമ്മൾ ഇന്ത്യ രാജ്യത്ത് ജീവിക്കുന്ന ഇന്ത്യൻ പൗരന്മാരാണ്. നമ്മുടെ രാജ്യത്തിനോടുള്ള കൂറും പ്രവർത്തനങ്ങളും നന്ദിയും നമ്മുടെ പെരുമാറ്റങ്ങളിലും നമ്മുടെ ജീവിതത്തിലും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. നമ്മുടെ രാജ്യത്തിന്റെ അന്തസ്സുയർത്തുന്ന, നമ്മുടെ രാജ്യത്തിന് ഉപകാരപ്രദമാകുന്ന പ്രവർത്തനങ്ങൾ മാത്രമേ നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാകാൻ പാടുള്ളൂ. ഒരു മുസ്ലിം എന്നുള്ള രൂപത്തിലും ഒരു ഇന്ത്യക്കാരൻ എന്നുള്ള രൂപത്തിലും നമ്മുടെ ജീവിതത്തെ കൃത്യമായി ശ്രദ്ധിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ജീവിതത്തെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ശക്തമായി നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. അതാണ് ഇൻഷാ അല്ലാഹ് ഒന്നാമതായി സൂചിപ്പിക്കാനുള്ളൊരു വിഷയം. രണ്ടാമതായി, ഇന്ത്യ രാജ്യത്ത് ജീവിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ രാജ്യം മതേതര ഇന്ത്യയാണ്, മതേതര രാജ്യമാണ്. മറ്റുള്ള ഏതൊരു മനുഷ്യന്മാർക്കും അവർ വിശ്വസിക്കുന്ന, അവർ ഇഷ്ടപ്പെടുന്ന മതങ്ങൾ സ്വീകരിക്കുവാനും അതനുസരിച്ചുകൊണ്ട് ജീവിക്കുവാനുമുള്ള അവകാശങ്ങളുണ്ട്. ആ മതത്തിന്റെ ആഘോഷങ്ങൾ നടത്തുവാനുള്ള അവകാശങ്ങളുണ്ട്. മതം സ്വീകരിക്കുവാനും നിരീശ്വരവാദി കഴിയാനും മതമില്ലാത്തവനായി ജീവിക്കുവാനുമുള്ള അവകാശം ഇന്ത്യയിൽ ജീവിക്കുന്നവർക്കുണ്ട്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഏത് മതങ്ങൾ ആരെല്ലാം സ്വീകരിച്ചാലും, ഏതെല്ലാം സിദ്ധാന്തങ്ങൾ ആരെല്ലാം കൊണ്ടുവന്നാലും, ഏതെല്ലാം ആഘോഷങ്ങളിൽ ആരെല്ലാം പങ്കെടുത്താലും മുസ്ലിമിന് മുസ്ലിമിൻ്റെതായ ഒരു ഐഡന്റിറ്റി ഉണ്ട്. അത് നമ്മൾ കാത്തു സൂക്ഷിച്ചേ പറ്റൂ.
നമ്മളെല്ലാവരും വിശ്വാസികളാണ്. എന്താണോ റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞത്, എന്താണോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നത്, അത് നമ്മുടെ ജീവിതത്തിൽ കൃത്യമായി കാത്തു സൂക്ഷിക്കുന്നവനാകണം നമ്മൾ. നമുക്കറിയാം, ഒരു മതേതര ഇന്ത്യയിൽ നമ്മൾ ജീവിക്കുമ്പോൾ മറ്റുള്ള മതക്കാരെ നമ്മൾ എന്ത് ചെയ്യണം? അവരുടെ മതവിശ്വാസങ്ങളിൽ നമ്മൾ പങ്കെടുക്കാൻ പാടില്ല, അവരുടെ മതവിശ്വാസങ്ങൾ നമ്മൾ കടമെടുക്കാൻ പാടില്ല, അവരുടെ മതവിശ്വാസങ്ങൾ നമ്മൾ ആഘോഷിക്കാനോ കൊണ്ടാടാനോ പാടില്ല. മറിച്ച് നമുക്ക് നമ്മുടേതായ ഐഡന്റിറ്റി ഉണ്ടാകണം എന്നുള്ളതാണ് നമ്മൾ തിരിച്ചറിയേണ്ട വിഷയം. എന്ന് പറഞ്ഞാൽ മറ്റുള്ളവന്റെ മതങ്ങളെ കളിയാക്കാനോ മറ്റുള്ളവന്റെ മതങ്ങളെ പരിഹസിക്കുന്ന രൂപത്തിലേക്കോ മറ്റുള്ളവന്റെ വിശ്വാസങ്ങളെ കുറവാക്കുന്ന രൂപത്തിലേക്കോ നമ്മുടെ പ്രവർത്തനങ്ങൾ മാറാൻ പാടില്ല. അതോടൊപ്പം തന്നെ നമ്മളെല്ലാവരും വിശ്വാസികളാണെന്നുള്ള രൂപത്തിൽ നമ്മളിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, ഇനിയിത് പറയാനുള്ളൊരു വേള ചിലപ്പോൾ അടുത്ത വെള്ളിയാഴ്ച കിട്ടിക്കൊള്ളണം എന്നില്ല. കാരണം അടുത്ത വെള്ളിയാഴ്ച എന്ന് പറഞ്ഞാൽ കോളേജുകളിലും ക്യാമ്പസുകളിലുമൊക്കെ ഓണം സെലിബ്രേഷൻ നടക്കുന്ന സമയമാണ്. നമുക്കറിയാം, അതിനെക്കുറിച്ച് പറയുന്നവർ മുഴുവനും വിമർശനങ്ങൾ കേട്ടിട്ടേ ഉള്ളൂ. അതിനെക്കുറിച്ച് വിമർശനങ്ങളാണ് ഇന്ന് നമ്മുടെ നാടുകളിൽ. ഉസ്താദുമാര് പറഞ്ഞാൽ അവരെ എടുത്തിട്ട് ട്രോളുന്ന രൂപത്തിലേക്കാണ് യൂട്യൂബേഴ്സും കണ്ടന്റ് ക്രിയേറ്റേഴ്സും ഒക്കെ മാറിക്കൊണ്ടിരിക്കുന്നത്. ഏത് ഉസ്താദ്, ഒരു തലയെക്കെട്ടുകാരനായ ഒരാള് വന്നുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ വീഡിയോ ഇട്ട അവിടെ വന്നുകൊണ്ട് അവരെ ട്രോളുന്ന രൂപത്തിൽ, അവരെ കളിയാക്കുന്ന രൂപത്തിൽ, അവരെ പരിഹസിക്കുന്ന രൂപത്തിലേക്ക് ഇന്ന് മുസ്ലിം നാമധാരികളായ ആളുകൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. സഹോദരങ്ങളെ, ഇതാർക്ക് വേണ്ടിയാ പറയുന്നത്? എനിക്ക് വേണ്ടിയാണ്. എന്റെ ഇഹവും പരവും എന്റെ ദുനിയാവും ആഖിറവും രക്ഷപ്പെടാൻ വേണ്ടിയാണ് ഇത് കേൾക്കുന്നത്, പഠിക്കുന്നത്, മനസ്സിലാക്കുന്നത് എന്നുള്ളൊരു ബോധ്യം നമുക്കുണ്ടാകണം. എന്താണ് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നത്? വല്ലദീന ലാ യശ്ഹദൂന അസ്സൂറ വഇദാ മറൂ ബില്ലഗ്വി മറൂ കിറാമാ. ഇബാദുർ റഹ്മാൻ, പരമകാരുണികന്റെ അടിയാറുകളെന്ന് വിശേഷിപ്പിക്കുന്ന ഒരു ഭാഗത്ത് അവരുടെ വിശേഷണങ്ങളെ കുറിച്ച്, മുസ്ലിമീങ്ങളെ കുറിച്ച്, വിശ്വാസികളെ കുറിച്ച് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുകയാണ്, വല്ലദീന ലാ യശ്ഹദൂന അസ്സൂർ. സത്യവിശ്വാസികൾ സൂറിന് അഥവാ വ്യാജമായ കാര്യങ്ങൾക്കോ, ഈ സൂർ എന്ന വാക്കിനെ പണ്ഡിതന്മാർ വിശേഷിപ്പിക്കുന്നത് അഅയാദുൽ മുശ്രിക്കീൻ എന്നുള്ളതാണ്. മുശ്രിക്കുകളുടെ, അവിശ്വാസികളുടെ ആഘോഷങ്ങൾ. ഈ അവിശ്വാസികളുടെ ആഘോഷങ്ങൾ നടക്കുന്ന അത്തരമൊരു സാഹചര്യങ്ങൾക്ക് അടുത്തുകൂടെയോ ഏതെങ്കിലും രൂപത്തിലുള്ള അധർമ്മമായ കാര്യങ്ങൾ നടക്കുന്ന ആ ഒരു സാഹചര്യങ്ങൾക്ക് അടുത്തുകൂടെ ഇവർ നടന്നു പോവുകയാണ് എന്നുണ്ടെങ്കിൽ വഇദാ മറൂ ബില്ലഗ്വി മറൂ കിറാമാ. ഈ അനാവശ്യമായ കാര്യങ്ങളിലൊന്നും അവർ ഇടപെടാതെ മാന്യന്മാരായിക്കൊണ്ട് നടന്നു പോകുന്നവരാണ് എന്ന് പരിശുദ്ധ ഖുർആനിൽ പറയാം. ഇവിടെ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മുശ്രിക്കുകളായ ആളുകൾ, അന്യമതസ്ഥരായ ആളുകളുടെ ആഘോഷങ്ങൾ നടക്കുന്ന വേളകൾ, ആ വേളകളുടെ അരികിലൂടെ നടന്നു പോവുകയാണെങ്കിൽ അവർ പരിഹസിക്കാനോ കളിയാക്കാനോ പാടില്ല എന്നുള്ളതാണ്. നടന്നു പോവുകയാണെങ്കിൽ ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്ന വിഷയം അതിനേക്കാൾ ഗൗരവമുള്ളൊരു കാര്യമാണെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സഹോദരങ്ങളെ, മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹു. മൻ തശബ്ബഹ ബിഖൗമിൻ, ഏതെങ്കിലും ഒരു ജനവിഭാഗത്തെ ആരെങ്കിലും പിൻപറ്റിക്കഴിഞ്ഞാൽ ഫഹുവ മിൻഹും, അവനിൽപ്പെട്ടവനാണ് എന്നതാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, മറ്റൊരു മതവിശ്വാസങ്ങളുടെ ആഘോഷങ്ങൾ അവനിൽ പെട്ടുകൊണ്ട് ആഘോഷിച്ചുകൊണ്ട് അവരുടെ കൂടെ കൂടിക്കൊണ്ടത് ആഘോഷിച്ചു കഴിഞ്ഞാൽ ആ വിശ്വാസം പേറുന്നവൻ എങ്ങനെയാണോ ഉള്ളത് അവരുടെ കൂട്ടത്തിലായിരിക്കും ഈ മനുഷ്യന്മാരുണ്ടാവുക എന്നതാണ് റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ പരിശുദ്ധ ഖുർആനിലെ വചനങ്ങളും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളും വരുന്നത്. ഇവിടെ ഒരാൾ പറയുമ്പോൾ അതിനെ ട്രോളാൻ നിൽക്കല്ല വേണ്ടത്. ഖുർആനും ഹദീസും ഈ കാര്യങ്ങൾക്ക് എതിരാണ്. അതുകൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആല പറയാണ്, വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ. ഒരു സത്യവിശ്വാസിക്കോ, നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഈമാൻ ഉള്ളവരെ കുറിച്ചാണ് പറയുന്നത്, സത്യവിശ്വാസികളെ കുറിച്ചാണ് പറയുന്നത്. ഈമാൻ ഇല്ലാത്തവർക്ക് എന്ത് പണിയും കാണിക്കാം, അത് ഇവിടെ വെച്ചുകൊണ്ട് ഒരാളും ചോദിക്കാനില്ല. ഇത് എന്റെ ശരീരം, എന്റെ പൈസ, എന്റെ സമ്പത്ത്, എന്റെ കാര്യം, ഞാൻ ആഘോഷിക്കുന്നു, ഞാൻ തിന്നുന്നു എന്നുള്ള വാദങ്ങൾ ഇവിടെ വെച്ച് ആർക്കും പറയാം. പക്ഷേ മരണപ്പെടേണ്ട, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, ഞാനും നിങ്ങളുമൊക്കെ മരിക്കും. മരിക്കില്ല എന്ന് നമുക്ക് ആർക്കെങ്കിലും ഉറപ്പ് പറയാൻ പറ്റുമോ? ആ മരണത്തോടു കൂടി അവന്റെ യാഥാർത്ഥ്യമായ ജീവിതം തുടങ്ങാം. അവിടെ വെച്ചുകൊണ്ട് അല്ലാഹ് പറയാണ്, ഈ ദുനിയാവിൽ വിശ്വാസികളായ ഒരു മുഅ്മിനായ വിശ്വാസിയായ ഒരു പുരുഷനെയോ ഒരു വിശ്വാസിയായ ഒരു സ്ത്രീക്കോ പാടില്ലാത്ത കാര്യമാണ് എന്ത്? ഇദാ ഖളല്ലാഹു വറസൂലുഹു അംറാ, അള്ളയും റസൂലും ഒരു കാര്യത്തിൽ തീരുമാനമെടുത്തു കഴിഞ്ഞാൽ അൻ യകൂന ലഹുമുൽ ഖിയറതു മിൻ അംരിഹിം, ആ കാര്യങ്ങൾക്ക്
സ്വന്തം വ്യക്തി താല്പര്യമായിട്ട് മറ്റൊരു മറുവശം ചിന്തിക്കാൻ അവനിക്ക് പാടില്ല. അള്ളയും റസൂലും ഒരു കാര്യം തീരുമാനമെടുത്തു കഴിഞ്ഞു, അവിടെ സ്വന്തമായിട്ട് പിന്നെ ഇങ്ങനെ ചെയ്താൽ എന്താ കുഴപ്പം, ഇതിങ്ങനെ വന്നാൽ എന്താ കുഴപ്പം? ഓണം എന്ന് പറഞ്ഞാൽ ഒരു മതവിശ്വാസത്തിന്റെ മാത്രം ആഘോഷമല്ലല്ലോ, അത് കർഷകരുടെ ആഘോഷമല്ലേ, അതിനകത്ത് നമ്മൾ കൂടി പങ്കെടുത്താൽ എന്താ കുഴപ്പം? ഇങ്ങനെയൊക്കെ 100,000 ചിന്തകൾ പിശാചിട്ടരും. സഹോദരങ്ങളെ, നമ്മളൊന്നും അതിനകത്ത് പോയി പെടരുത്. റബ്ബ് സുബ്ഹാനഹു വ തആലയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖണ്ഡിതമായി എടുത്തു പറഞ്ഞിട്ടുള്ളൊരു വിഷയമാണ്. ഈ രൂപത്തിൽ നമ്മൾ പോയി പെടാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. വമൻ യഅസില്ലാഹ വറസൂലഹു, ആരെങ്കിലും അല്ലാഹുവിനോടും അവന്റെ റസൂലിനോടും ധിക്കാരം കാണിച്ചു കഴിഞ്ഞാൽ ഫഖദ് ളല്ല ളലാലൻ മുബീന, വ്യക്തമായ വഴികേടിൽ അവൻ വഴിപിഴച്ചു പോയിരിക്കുന്നു എന്നാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്. ഇനി ഇതിനോട് ആരെങ്കിലും ധിക്കാരം പ്രവർത്തിച്ചാൽ അവന്റെ കാര്യം തീരുമാനമാണ്. അവനെ പിന്നെ നമുക്ക് മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്താൻ പറ്റുമോ എന്നുള്ളത് അത് വേറെ ചർച്ചകൾ. നമ്മൾ ഈ രൂപത്തിലുള്ള അപകടങ്ങളിൽ പോയി പെടാതിരിക്കാൻ അതീവ ഗൗരവത്തിൽ ശ്രദ്ധിക്കണം. ഖുർആനിനോടും ഹദീസിനോടും അള്ളാഹിനോടും റസൂലിനോടുമാണ് അവൻ യുദ്ധം പ്രഖ്യാപിക്കുന്നത്, അള്ളാഹിനോടും റസൂലിനോടുമാണ് അവൻ ധിക്കാരം പ്രവർത്തിക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കണം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നമ്മുടെ കൈകളിലൊക്കെ മൊബൈൽ ഫോണില്ലേ, സോഷ്യൽ മീഡിയ ഇല്ലേ, ഗൂഗിളില്ലേ. ഓണം ഏത് മതത്തിന്റെ ആഘോഷമാണ്? ഓണം അതിന്റെ അടിസ്ഥാനം എവിടെയാണ്? അസ്ൽ എവിടെ നിന്നാണ്? ഓണം എന്തിനാസ്പദമാക്കിക്കൊണ്ട് ആഘോഷിച്ചു വരുന്നതാണ്? ഓണം ആ ഒരു ആഘോഷത്തിൽ എന്തെല്ലാം കാര്യങ്ങളാണ് മതപരമായി നടന്നു വരുന്നത്? ഇതൊക്കെ ഒന്ന് നമ്മളൊന്ന് സെർച്ച് ചെയ്ത് നോക്കി, ഗൂഗിൾ ചെയ്ത് നോക്കി. ഒന്നും വേണ്ട, ടൈപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ആ ജെമിനിനോടെങ്കിലും ഒന്ന് വോയിസ് ഇട്ട് ചോദിച്ചു നോക്ക്, കൃത്യമായിട്ട് പറഞ്ഞുതരും ഏത് മതവിശ്വാസത്തിന്റെ ആഘോഷമാണെന്ന്. നമുക്ക് അതുകൊണ്ടാണ് പറയുന്നത്, ആ മതവിശ്വാസം ഇന്ന് അവരെക്കാൾ നന്നായി കൊണ്ടാടുന്നതും ആഘോഷിക്കുന്നതും നമ്മളാണ്. നമ്മളെന്ന് പറഞ്ഞാൽ മുസ്ലിം നാമധാരികളാണ്. അതിനെ പൊലിപ്പിക്കാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ, അവർക്കൊന്നുമില്ലാത്ത ഐഡിയകളാണ് ഇന്ന് മുസ്ലിം നാമധാരികൾക്ക് വന്നുകൊണ്ടിരിക്കുന്നത്, മുസ്ലിമുകൾ ആഘോഷിക്കുന്നത്. അവർക്കൊക്കെ ഒരു പൂക്കളം വരയ്ക്കുന്ന വിഷയത്തിൽ ചിലപ്പോൾ കൃത്യമായി ഡിസൈൻ കിട്ടിക്കൊള്ളണം എന്നില്ല. പക്ഷെ അതൊക്കെ നമ്മുടെ കുട്ടികൾ എന്ത് ചെയ്യും? ഏറ്റവും നന്നായിട്ട് വരച്ചു കൊടുക്കും, ഫസ്റ്റും വാങ്ങിച്ചുകൊണ്ട് പോകും. ഓണസദ്യയിൽ വിഭവങ്ങൾ ഏതൊക്കെയാണെന്ന് അവരെക്കാൾ നന്നായിട്ട് അറിയാവുന്നത് നമ്മുടെ മക്കൾക്കാണ്. എല്ലാ ഊറിയടിക്കാനും ഊഞ്ഞാലാടാനും വരം വലിക്കാനൊക്കെ മുമ്പന്തിലും പിമ്പന്തിലൊക്കെ നമ്മുടെ കുട്ടികളുണ്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ. സഹോദരങ്ങളെ ശ്രദ്ധിക്കണം. ഒരു പായസം എന്ന് പറഞ്ഞാൽ പായസം പോലും, ഒരു ശർക്കര വരട്ടി ഉപ്പേരിയുടെ ഒരു കഷ്ണം പോലും ഇതിന്റെ പേരിൽ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? തിന്നാൻ പാടില്ല. അവന്റെ വയറ്റിലേക്ക് അവൻ നിറയ്ക്കുന്നത് നരകത്തീയാണെന്നാണ് ഹദീസുകളിൽ വന്നിട്ടുള്ളത്. ട്രോളുന്നവർക്ക് ട്രോളാം, പക്ഷെ യാഥാർത്ഥ്യം മറ്റൊന്നാണെന്ന് മനസ്സിലാക്കുക. ഇതേ വിഷയം തന്നെയാണ് മറ്റുള്ള ഇസ്ലാമിൽ ബിദ്അത്തായി കടന്നു വന്നിട്ടുള്ള ആഘോഷങ്ങൾ ഒരു മുസ്ലിം അവലംബമാക്കിയാൽ ഉണ്ടാകുന്നത്. റബ്ബ് സുബ്ഹാനഹു വ തആല ഇത്തരത്തിലുള്ള അപകടങ്ങളിൽ നിന്ന്, ശിർക്കൻ വിശ്വാസങ്ങളിൽ നിന്ന്, ആഘോഷങ്ങളിൽ നിന്ന് നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹിൽ അഹദ് والفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد. റബ്ബിനെ സൂക്ഷിച്ചുകൊണ്ട് ഏറ്റവും നല്ല തഖ്വയിൽ നമ്മുടെ ജീവിതത്തിന്റെ രഹസ്യവും പരസ്യവുമായ ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങൾ അതീവ ശ്രദ്ധയോടെ ശ്രദ്ധിച്ചുകൊണ്ട് സൂക്ഷിച്ചുകൊണ്ട് ജീവിതത്തെ മുന്നോട്ട് നയിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഇഷ്ടപ്പെടുന്ന ഏറ്റവും നല്ല വിശ്വാസികളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഏതൊരു മരണത്തിൽ നിന്ന് നമ്മൾ ഓടി ഒളിക്കാൻ ശ്രമിച്ചാലും ആ മരണം അവനെ പിടികൂടുക തന്നെ ചെയ്യും. ആ വിഷയത്തിൽ നമുക്ക് സംശയമില്ല. അതുകൊണ്ട് തന്നെ ഒരു മുസ്ലിം എങ്ങനെയായിരിക്കും അവന്റെ ജീവിതം എന്നുള്ളത്, അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന. ഇന്നേ ദിവസം ഇസ്ലാം ഞാനിതാ പൂർത്തിയാക്കി തന്നിരിക്കുന്നു എന്ന് ഹജ്ജത്തുൽ വദാഇൽ വിടവാങ്ങൽ പ്രസംഗത്തില് റബ്ബ് സുബ്ഹാനഹു വ തആല വഹിയായിക്കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇറക്കി കൊടുത്തു. അതോടുകൂടി ദീൻ പൂർത്തിയായി. ഈ ദീനിലേക്ക് ഇനി ഒന്നും എന്ത് ചെയ്യാനില്ല, കൊണ്ടുവരാനില്ല. നല്ലതല്ലേ എന്ന് വിചാരിച്ചുകൊണ്ട് ചെയ്യുന്നതൊക്കെ എന്താണ്? അപകടത്തിലേക്കാണ് അവൻ പോയി ചാടുന്നത് എന്ന് നമുക്ക് ബോധ്യമുണ്ടാകണം. ഒരു കാര്യം ഇസ്ലാമിൽ നല്ലതല്ലേ എന്ന് വിചാരിച്ചുകൊണ്ട് ഒരു മനുഷ്യനും എന്ത് ചെയ്യാൻ പാടില്ല, കൂട്ടിച്ചേർക്കാൻ പാടില്ല. അതിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞു, ഫമാലം യകുൻ യൗമഇദിൻ ദീന ലാ യകൂനുൽ യൗമ ദീന. അന്ന് ഇസ്ലാം പൂർത്തിയായതായി പ്രഖ്യാപിക്കുന്ന ആ ഒരു സമയത്ത് അന്ന് ദീനല്ലാത്തൊരു കാര്യവും എന്താവൂല,
പിന്നീട് ദീനായി കൊണ്ട് കൂട്ടിക്കൊണ്ടുവരാൻ ഒരാൾക്കും സാധിക്കില്ല. അത് ദീനായി പരിഗണിക്കാനും നമുക്ക് പറ്റില്ലാത്തൊരു കാര്യമാണ്. വലാ യസ്ലുഹു ആഖിറു ഹാദിഹിൽ ഉമ്മത്തു ഇല്ലാ ബിമാ സലുഹ ബിഹി അവ്വലുഹാ. ആരെങ്കിലും ഒരു മനുഷ്യൻ ആദ്യകാലക്കാർ നന്നായ ഒരു കാര്യം കൊണ്ടല്ലാതെ അവസാന കാലക്കാരും നന്നാകില്ല എന്നാണ് അതിന്റെ വിശദീകരണത്തിൽ പറയുന്നത്. അതായത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും എങ്ങനെയാണോ ഇസ്ലാം മതം ഫോളോ ചെയ്ത്, ആ ദീൻ എങ്ങനെയാണോ ഫോളോ ചെയ്തത്, അതനുസരിച്ചുകൊണ്ട് ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് എങ്ങനെയാണോ ഒരു വിജയം വരിച്ചത്, ആ വിജയം വരിച്ച രൂപത്തിലല്ലാതെ ഈ സമൂഹത്തിലുള്ളവർക്കും ഇപ്പൊ ജീവിക്കുന്നവർക്കും വിജയം കൈവരിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ ഒരുപാട് ബിദ്അത്തുകൾ നടക്കുന്നുണ്ട്, ഹറാമായ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. എന്ത് വിഷയം നമ്മുടെ കൺമുമ്പിലേക്ക് വന്നാലും ഇസ്ലാം എന്ത് പറയുന്നു എന്നുള്ളൊരു ചിന്തയിലേക്കായിരിക്കണം വിശ്വാസികളുടെ ചിന്തകളും നിഗമനങ്ങളും എത്തിപ്പെടേണ്ടത്. അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഈ രൂപത്തിലുള്ള ബിദ്അത്തുകളിൽ നിന്ന് നമ്മൾ വിട്ടുനിൽക്കണം. നമുക്കറിയാം, പ്രവാചക സ്നേഹം എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകന്റെ ജന്മദിനം, നബിദിനാഘോഷം കടന്നു വരാൻ നിൽക്കണം. അതിന്റെ ആഘോഷങ്ങളും ആരവങ്ങളൊക്കെ തുടങ്ങി. സോഷ്യൽ മീഡിയ എടുത്തു നോക്കി കഴിഞ്ഞാൽ എല്ലാവരും അതിന്റെ സ്കൗട്ട് അടിക്കുന്ന വീഡിയോസാണ് ഇന്ന് കാണാൻ സാധിക്കുന്നത്. നമ്മൾ ശ്രദ്ധിക്കണം, ഈ നബിദിനാഘോഷം, ബർത്ത്ഡേ ആഘോഷിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഉസ്താദന്മാരും മൗലാക്കന്മാരൊക്കെ പറയും ബർത്ത്ഡേ ആഘോഷിക്കാൻ പാടില്ല, ഹറാമാണ്. എവിടെ നിന്നാ വന്നത്? അത് നസ്വാറാക്കളിൽ നിന്ന്, ക്രിസ്ത്യാനികളിൽ നിന്ന്, ജൂതന്മാരിൽ നിന്ന്. അവരുടെ ആഘോഷങ്ങളാണ് ഈ ബർത്ത്ഡേ ആഘോഷിക്കുന്നത്, അത് മുസ്ലിങ്ങൾക്ക് പറ്റില്ല എന്ന് പറയും. ഈ ആളുകൾ തന്നെ ജന്മദിനം ആഘോഷിക്കുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വിശ്വാസിക്ക്, നമുക്കറിയാം പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, അൻ നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. സ്വന്തത്തെക്കാളേറെ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് ആരാന്ന് ചോദിക്കുമ്പോൾ ചില മനുഷ്യന്മാർ പറയും വാപ്പ ഉമ്മ എന്നൊക്കെ പറയും, എനിക്ക് എന്നെ തന്നെയാണ് ഇഷ്ടം എന്നൊക്കെ പറയും. പക്ഷെ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞെന്താണെന്നറിയോ? ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവനക്ക് അവനേക്കാളേറെ ഇഷ്ടമുണ്ടാകേണ്ടത് ആരാണ്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. എങ്ങനെയാണ് ആ ഇഷ്ടം പ്രകടിപ്പിക്കുന്നത്? ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇത്തിബാ ചെയ്തുകൊണ്ട്, പിൻപറ്റിക്കൊണ്ട്, പ്രവാചകൻ എന്ത് പറഞ്ഞോ അത് ഞാൻ അതുപോലെ അനുസരിക്കുന്നു, പ്രവാചകൻ എന്ത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞോ അത് മുഴുവനും ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുന്നു. ആ രൂപത്തിൽ പ്രവാചകനെ പിൻപറ്റിക്കൊണ്ടാണ് പ്രവാചക സ്നേഹം നമ്മൾ കാണിക്കേണ്ടത്. അതല്ലാതെ പ്രവാചകനോട് സഹായം ചോദിക്കുന്ന രൂപത്തിൽ, പ്രവാചകനോട് ദുആഇരിക്കുന്ന രൂപത്തിൽ, എനിക്ക് തെറ്റുകൾ പറ്റിപ്പോയി അതുകൊണ്ട് എൻ്റെ പാപങ്ങൾ പുറത്തു തരണേ എന്നൊക്കെയുള്ള രൂപത്തിൽ മൗലൂദിന്റെ വരികളൊക്കെ ചൊല്ലിക്കൊണ്ടല്ല പ്രവാചകൻ സ്നേഹം കാണിക്കേണ്ടത്. ഈ സീസണിൽ മാത്രം പ്രവാചക സ്നേഹം വാവിട്ട് പറഞ്ഞുകൊണ്ടുവരുന്ന ആളുകൾ അന്നേ ദിവസം വൈകുന്നേരം ആയി കഴിഞ്ഞാൽ സുബഹിക്കും മറ്റോണത്തിനും കാണില്ല, മഗ്രിബിനും പള്ളിയിലേക്ക് കാണില്ല, അതിന്റെ ഇടയ്ക്ക് കൊടി പിടിക്കാൻ വേണ്ടി, ദഫ് മുട്ടാൻ വേണ്ടി മാത്രം റോഡ് ബ്ലോക്കാക്കി കൊണ്ട് കടന്നു വരുന്ന പ്രവാചക സ്നേഹികളെയാണ് ഇന്ന് സമൂഹം കണ്ടുവരുന്നത്. നമ്മൾ അങ്ങനെ ആകരുത്. നമ്മൾ കൃത്യമായി ഈ വിഷയത്തെക്കുറിച്ച് പഠിക്കണം. എന്താണ് ഇസ്ലാമിന്റെ ആദ്യകാലക്കാരായ പണ്ഡിതന്മാർ നബിദിനം ആഘോഷിച്ചിട്ടുണ്ടോ? അതിനെക്കുറിച്ച് എന്താണ് പണ്ഡിതന്മാർ പറയുന്നത്? നമുക്ക് അല്ലാഹ് ബുദ്ധി തന്നിട്ടില്ലേ? നമുക്ക് അല്ലാഹ് വിവേചിച്ച് മനസ്സിലാക്കാനുള്ള വകതിരിവുകൾ നമുക്ക് തന്നിട്ടില്ലേ? എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ റിസർച്ച് ചെയ്ത് പഠിക്കുന്നു. ഇത് മാത്രം എന്താണ് നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്യാത്തത് എന്നെന്ത് ചെയ്യുക? സ്വന്തം നഫ്സിനോട് ചോദിക്കുക. അതുകൊണ്ട് അതിനെക്കുറിച്ച് ഇൻഷാ അല്ലാഹ് അടുത്ത വെള്ളിയാഴ്ച നമുക്ക് വിശദമായി സംസാരിക്കാം. റബ്ബ് സുബ്ഹാനഹു വ തആല ബിദ്അത്തുകളിൽ നിന്ന്, പുതുതായി കടന്നു വന്ന കാര്യങ്ങളിൽ നിന്ന് വിട്ടുമാറി നിൽക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആല തൃപ്തിപ്പെടുന്ന രൂപത്തിൽ നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കാനും പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. കൂട്ടുകാരെ, സഹോദരങ്ങളെ, ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്താണ്, അടുത്ത വെള്ളിയാഴ്ച ഓണം സെലിബ്രേഷൻ ആയിരിക്കും സ്കൂളുകളിലും കോളേജുകളിലും. നിങ്ങൾ അള്ളാഹനെ ഓർത്തുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? അതിൽ നിന്ന് വിട്ടുനിൽക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. ഹറാമിന്റെ ഭക്ഷണം നിങ്ങളുടെ വയറ്റുകളിലേക്ക് നിങ്ങൾ ചെല്ലരുത്. അത് അതീവ ഗൗരവത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കണം. അള്ളാഹ് എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചു തരുന്നു എന്ന് മാത്രം. ഇനി അത് ഫോളോ ചെയ്യുകയോ സ്വീകരിക്കുകയോ സ്വീകരിക്കാതിരിക്കുകയോ ചെയ്യേണ്ടത് നമ്മുടെ വ്യക്തി താല്പര്യങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ വീഴ്ചകളും അള്ളാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, അയൽക്കാർ, ആദർശ സുഹൃത്തുക്കൾ, നാട്ടുകാർ എല്ലാവർക്കും മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു സ്വർഗം നൽകുമാറാകട്ടെ. നമ്മുടെ മക്കളെ കണ്ണിന് കുളിർമയുള്ള, മനസ്സിന് സന്തോഷം തരുന്ന, ഇഹത്തിലും പരത്തിലും ഉപകാരപ്രദമായ സാലിഹായ മക്കളാക്കി വളർത്തിയെടുക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ പല രൂപത്തിൽ
രൂപത്തിലുള്ള അസുഖങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർണ്ണമായ ആശ്വാസം നൽകുമാറാകട്ടെ. നാം അനുഭവിക്കുന്ന ശാരീരികമായ മാനസികമായ എല്ലാ വിഷമങ്ങളിൽ നിന്ന്, സങ്കടങ്ങളിൽ നിന്ന്, ദുരിതങ്ങളിൽ നിന്ന്, വേദനകളിൽ നിന്ന്, സാമ്പത്തിക വിഷമങ്ങളിൽ നിന്ന്, കടബാധ്യതകളിൽ നിന്ന് അല്ലാഹു നമുക്ക് പൂർണ്ണമായ സമാധാനവും നിർഭയത്വവും സന്തോഷവും നൽകുമാറാകട്ടെ. മാരകമായ അസുഖങ്ങളിൽ നിന്ന്, വേദനയുള്ള അസുഖങ്ങളിൽ നിന്ന്, പ്രയാസകരമായ അസുഖങ്ങളിൽ നിന്ന്, കിടന്ന കിടപ്പിൽ കിടക്കേണ്ടി വരുന്ന അസുഖങ്ങളിൽ നിന്ന്, വലിയ രൂപത്തിലുള്ള സാമ്പത്തിക ചെലവുകൾ വേണ്ടി വരുന്ന പ്രയാസകരമായ അവസ്ഥകളിൽ നിന്നൊക്കെ അല്ലാഹു നമ്മയും നമ്മുടെ കുടുംബത്തെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് അൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക സമീഉൻ ഖരീബുൻ മുജീബുദ് ദഅവാതി വയാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദ്ദുരിയ്യാത്തിനാ قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين.